ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളത്തിൽ നിലപാട് വീണ്ടും കടുപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ആനകൾ പരസ്പരം സ്പർശിച്ചു നിൽക്കുന്നത് അനുവദിക്കാനാവില്ല എന്നും ആനയില്ലെങ്കിൽ ഹിന്ദുമതം ഇല്ലാതാവുമോ എന്നും കോടതി ചോദിച്ചു. മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചേ മതിയാകൂ എന്ന് കോടതി തറപ്പിച്ചു പറഞ്ഞു. നിതിൻ പ്രഭാകർ ചേരുന്നു. നിതിൻ പ്രഭാകർ, ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഓർമ്മിപ്പിക്കലുണ്ടായിരുന്നു. മാനദണ്ഡങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല, ഇളവ് നൽകാൻ പറ്റില്ല എന്ന്. ഇന്ന് ഈ വാർത്തയ്ക്ക് തുടർച്ചയുണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും മറുവാദങ്ങൾ കേൾക്കുകയുണ്ടായോ? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇന്നും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള നിലപാട് കടുപ്പിക്കലുണ്ടായിരിക്കുന്നത്? ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നത്. ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും പരിഗണിച്ചപ്പോഴാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഇന്ന് ഗുരുതരമായ അല്ലെങ്കിൽ ഏറെ ഗൗരവമുള്ള കാര്യങ്ങൾ കോടതി വ്യക്തമാക്കുന്നത്. ആനകൾ തമ്മിലുള്ള അകലം, അതായത് ഒന്നിൽ കൂടുതൽ ആനകൾ ഒരു എഴുന്നള്ളത്തിന് ഉണ്ടാവുകയാണെങ്കിൽ ആനകൾ തമ്മിലുള്ള അകലം 3 മീറ്റർ വേണമെന്ന് നേരത്തെ തന്നെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ട എന്ന ഏതെങ്കിലും വിദഗ്ധ അഭിപ്രായമുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലവും ആനകളും അതോടൊപ്പം തന്നെ കാണികളും തമ്മിൽ 8 മീറ്റർ അകലവും വേണമെന്നായിരുന്നു നേരത്തെയുള്ള മാർഗനിർദ്ദേശം. ഇത്തരത്തിൽ ആനകൾ ഒരുമിച്ച് നിൽക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആചാരമാണോ എന്നും കോടതി ചോദിച്ചു. ചങ്ങലയിൽ ബന്ധിച്ചാണോ ആനപ്രേമമെന്ന ഗൗരവമായ ചോദ്യവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. നമുക്കറിയാം, ഉത്സവങ്ങളിലും മറ്റും പങ്കെടുപ്പിക്കുന്ന ആനകളുടെ കാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടാറുണ്ട്. ഇത്തരത്തിൽ ബന്ധിച്ചാണോ ആനപ്രേമം കാണിക്കുന്നത് എന്ന ചോദ്യമാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഗൗരവമായാണ് ഈ വിഷയം കോടതി കാണുന്നത്. ആനകളുടെ പരിപാലനവും നാട്ടുകാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷയും ഏറെ പ്രധാനമുള്ള കാര്യമാണ്. അതുകൊണ്ട് മാർഗനിർദ്ദേശം ലംഘിക്കപ്പെടാൻ യാതൊരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അക്കാര്യം കോടതിയെ അറിയിക്കണമെന്നും കോടതി ഉത്തരവിട്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ആനയില്ലെങ്കിൽ ഹിന്ദുമതം ഉണ്ടാകില്ലേ എന്നൊരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് ചോദിക്കാനുള്ള കാരണം, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം അടക്കം ഈ ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതീവ ഗുരുതരമായ എതിർപ്പ് അല്ലെങ്കിൽ ഗൗരവമായ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. ഈ എതിർപ്പ് ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കുന്നത്. ആന എഴുന്നള്ളത്ത് അല്ലെങ്കിൽ ആന ഇല്ലെങ്കിൽ ഹിന്ദുമതം ഉണ്ടാകില്ലേ എന്ന ചോദ്യമാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന മാർഗനിർദ്ദേശങ്ങൾ, ആനകൾ തമ്മിലുള്ള 3 അടി അകലം, ആനകളും കാണികളും തമ്മിലുള്ള 8 അടി അകലം, ഇത്തരത്തിലുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചു മാത്രമേ എഴുന്നള്ളത്ത് നടത്താവൂ എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ആന ഇല്ലെങ്കിൽ ഹിന്ദുമതം ഉണ്ടാവില്ലേ എന്ന ചോദ്യവും ആനയെ ചങ്ങലയിൽ ബന്ധിച്ചാണോ ആനപ്രേമം കാണിക്കേണ്ടത് എന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ നിതിൻ പ്രഭാകറിലേക്ക് തിരികെ വരാം. ആനപ്രേമി സംഘത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാവ് ശ്രീ വെങ്കിടാചലം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. വെങ്കിടാചലം, ഇന്നലെ ഇതേ വിഷയത്തിൽ താങ്കളോട് ഞാൻ സംസാരിച്ചപ്പോൾ, തത്സമയം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ താങ്കളെ ഞാൻ വിശേഷിപ്പിച്ച വിശേഷണം അങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. ഇന്നും ഞാൻ ആ വിശേഷണം ഒന്ന് മറന്നിരിക്കുകയാണ്. താങ്കളെ ഞാനിപ്പോൾ വിശേഷിപ്പിച്ചത് ആനപ്രേമി സംഘത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിശേഷണം താങ്കൾ സൂചിപ്പിച്ചിരുന്നു. അത് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് താങ്കളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുന്നു ഹൈക്കോടതി. ആനകൾ പരസ്പരം സ്പർശിച്ചു നിൽക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ആന ഇല്ലെങ്കിൽ ഹിന്ദുമതം ഇല്ലാതാവുമോ എന്ന് കോടതി ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് പ്രതികരണം ശ്രീ വെങ്കടാചലം? ഹെറിറ്റേജ് ആൻഡ് ടാസ്ക് ഫോഴ്സിന്റെ സെക്രട്ടറി വി കെ വെങ്കടാചലം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത്, ഈ വന്യജീവിയാണ് ആന എന്ന് നിരവധി ഹൈക്കോടതി വിധികളിലും സുപ്രീം കോടതി വിധികളിലും നിയമപുസ്തകങ്ങളിലും ഉള്ളതാണ്. ഈ നിയമപുസ്തകത്തില് ഈ ആനയെ പറഞ്ഞിരിക്കുന്നത് എലിഫാസ് മാക്സിമസ് എന്നാണ്. എന്ന് വെച്ചാൽ മാക്സിമസ് എന്ന് പറഞ്ഞാൽ വലിപ്പമുള്ളത്, എലിഫാസ് എന്ന് പറഞ്ഞാൽ കൊമ്പ്, വലിപ്പമുള്ള കൊമ്പിനുടമയായ ആന എന്ന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഈ വന്യജീവിയായിട്ടുള്ള ആനയെ ഒരു കാരണവശാലും ചങ്ങലക്കിട്ട് മുട്ടിച്ച് നിർത്തരുതെന്ന് സാമാന്യ ബോധമുള്ള LKG വിദ്യാർത്ഥിക്ക് പോലും ഇന്ന് അറിയാവുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ പടക്കമാണെങ്കിൽ ആനയാണെങ്കിലും മനുഷ്യന് വളരെ അടുത്ത് നിന്നിട്ട് ഇതിനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ വിവരമില്ലാത്തതിന്റെ ലക്ഷണമാണ്. മാത്രമല്ല, കോടതിയുടെ മുമ്പാകെ നിരവധി
സത്യാവസ്ഥകള് പല സ്ഥലത്ത് തെളിയിച്ചായിട്ടുള്ള കാര്യങ്ങള് നിരവധി സുപ്രീം കോടതി വിധികള് ഇത് സംബന്ധിച്ചുണ്ട്. അപ്പൊ വന്യജീവിയായിട്ടുള്ള ആനകളെ അടുപ്പിച്ച് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിരവധി കാലത്തെ പഠനങ്ങൾക്ക് ശേഷം വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആനകളുടെ വയർഭാഗങ്ങൾ തമ്മിൽ 3 മീറ്റർ ഗ്യാപ്പ് വേണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ചങ്ങലക്കിട്ട് വെക്കണ ആന എപ്പോ വേണമെങ്കിലും വന്യമായ അതിന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കും. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്ന സ്ഥലമാണ്. ഉത്സവം എന്ന് പറയുന്നത് ഉത്ത് എന്ന് പറയുന്ന വാക്കിന്റെ സംസ്കൃത അർത്ഥം എടുത്തു മാറ്റുക എന്നാണ്. സവ എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം ദുഃഖം എന്നാണ്. ദുഃഖത്തെ എടുത്തു മാറ്റാനായിട്ട് പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചട്ടക്കൂടിന്റെ ഉള്ളിലാണ് ഉത്സവങ്ങൾ ഉള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഒരിക്കലും ആള് മരിക്കുകയോ അവിടെ ആളുകൾ കരയുകയോ ചെയ്യുന്നത് ആർക്കും താങ്ങാൻ കൂടി പറ്റാത്ത സംഭവമാണ്. പക്ഷെ ആനയും വെടിക്കിറ്റും വരുമ്പോ അവിടെ ആന ഇറങ്ങി കഴിഞ്ഞാൽ ഈ വെടിക്കിറ്റ പടം ഉണ്ടായ ആള് മരിക്കുമ്പോൾ ദുഃഖം ഉണ്ടാവും. അതുകൊണ്ട് ഈ ഉത്സവത്തിന്റെ പരമ്പരാഗതമായ രൂപങ്ങളിൽ ഒരിടത്തും ആനയും ഇല്ല, വെടിക്കിട്ടും ഇല്ല. മാത്രമല്ല, ഈ ദൈവവിഗ്രഹത്തെ ഒന്നുമില്ല കയ്യിലെടുത്ത് നടക്കണം, അല്ലെങ്കിൽ രഥത്തിലെടുത്ത് നടക്കണം. അങ്ങനെയാണ് ഇന്ത്യയിലത്തെ പല ക്ഷേത്രങ്ങളിലും നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വരുന്ന 20 ലക്ഷത്തിലധികം ആളുകൾ കാണാൻ വരുന്ന പുരി ക്ഷേത്രത്തില് ജൂൺ ജൂലൈ മാസങ്ങളിൽ അവിടെ നടക്കുന്ന രഥോത്സവമാണ്. 20-25 ലക്ഷം ആൾക്കാർ പങ്കെടുക്കുന്നത്. അവിടെ രഥമാണ് ഉപയോഗിക്കുന്നത്, ആനയല്ല. അത്തരത്തില് വ്യക്തമായിട്ടുള്ള ഫാക്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഹൈക്കോടതി ഉത്തരവിട്ടുള്ളത്. ഈ ഉത്തരവിനെ ഹെറിറ്റേജ് എലമെന്റ് ടാസ്ക് ഫോഴ്സ് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. വെങ്കടാചലത്തിലേക്ക് തിരികെ എത്താമോ തുടരണം. നിതിൻ പ്രഭാകർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. നിതിൻ പ്രഭാകർ, ഇന്നത്തെ ഈ കോടതിയുടെ ഈ വിധി എന്ന് പറയുന്നത് അത് കർശനമായ രീതിയിലാണ് ഈ വിഷയത്തെ ഹൈക്കോടതി സമീപിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്ന് മാത്രമല്ല, സമീപ ദിവസങ്ങളിലെ പല വിധികളെ പരിശോധിച്ചാൽ തന്നെയും ഇന്ന് തന്നെ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ശബരിമലയിലെ 18-ാം പടിയിലെ ഫോട്ടോ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മാളികപ്പുറത്തെ തേങ്ങ ഉരുട്ടൽ മതാചാരമല്ല, അത് നിർത്തണമെന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അങ്ങനെ മതത്തിന്റെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്നു ചില കാര്യങ്ങൾ. അത് കർശനമായിട്ട് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇത് രാജവാഴ്ചയുടെ കാലമല്ല. ഭരണഘടന ഉപയോഗിച്ച് ജനാധിപത്യ പ്രക്രിയയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ രാജവാഴ്ചയുടെയോ മറ്റോ സൂചനകൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആചാരങ്ങളോ അനാചാരങ്ങളോ തുടരേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലേക്ക് ഹൈക്കോടതി പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും നമുക്ക് അത്തരത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. MS പറഞ്ഞു വെച്ചെടുത്ത് ഞാൻ തുടങ്ങുകയാണ്. അതായത് ശബരിമല മാളികപ്പുറത്തെ തേങ്ങ ഉരുട്ടലുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ശബരിമലയിൽ പോയ ആളുകൾക്കറിയാം, അവിടെ മാളികപ്പുറം ക്ഷേത്രത്തിന് ചുറ്റും നാളികേരം ഉരുട്ടുന്ന ഒരു പതിവായി നടന്നു വരുന്ന ഒരു കാര്യമാണ്. ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനക്കാർ അടക്കമുള്ളവർ കൂട്ടമായി അവിടെ നാളികേരം ഉരുട്ടുകയും മറ്റുള്ളവർക്ക് അവിടെ പ്രാർത്ഥന നടത്തുന്ന തടസ്സപ്പെടുന്ന രൂപത്തിൽ അടക്കം വലിയ തരത്തിൽ ഇത്തരത്തിൽ നാളികേരം ഉരുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ആചാരമല്ല എന്ന് നിരവധി തവണ തന്ത്രിമാരും മേൽശാന്തിമാരും അടക്കം പറഞ്ഞിട്ടും അത് ഇപ്പോഴും തുടർന്നു വരികയാണ്. അതിന് ഒരു കൃത്യമായ വിലങ്ങിടണം, അല്ലെങ്കിൽ അത് കൃത്യമായി നിരോധിക്കപ്പെടണമെന്ന് തന്നെയാണ് ഇന്ന് കോടതി പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ആനയിലേക്ക് വരുമ്പോൾ ആനയുടെ വിഷയത്തിൽ കോടതി പറയുന്ന കാര്യം അത് തന്നെയാണ്. ആനയില്ലെങ്കിൽ ഹിന്ദുമതമില്ലേ എന്ന് കോടതി ചോദിക്കുമ്പോൾ കേരളത്തിലെ പ്രധാന ഹൈന്ദവ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ആനയുടെ എഴുന്നള്ളത്ത് നടക്കാറുണ്ട്. ഈ ദേവി വിഗ്രഹങ്ങളും ദേവന്മാരുടെ വിഗ്രഹങ്ങളുമെല്ലാം ആനപ്പുറത്തേറ്റിക്കൊണ്ട് അല്ലെങ്കിൽ തിടമ്പേറ്റിക്കൊണ്ടുള്ള എഴുന്നള്ളത്ത് നമ്മൾ കാണുന്നുണ്ട്. പ്രസിദ്ധമായ തൃശ്ശൂർ പൂരം ഓച്ചിറ ക്ഷേത്രത്തിലടക്കം ഇത്തരത്തിൽ എഴുന്നള്ളത്തുണ്ടാവാറുണ്ട്. പല ക്ഷേത്രങ്ങളിലും, കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ എഴുന്നള്ളത്തുണ്ടാവാറുണ്ട്. ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ എഴുന്നള്ളത്തുണ്ടാവാറുണ്ട്. കോടതി ചോദിക്കുന്ന ഒരു ചോദ്യം, ആനപ്പുറത്ത് ഇത്തരത്തിൽ വിഗ്രഹങ്ങൾ എഴുന്നള്ളിക്കണമെന്ന ഏതെങ്കിലും തരത്തിലുള്ള ആചാരമാണോ? അതാണ് കോടതി ചോദിച്ചു വെക്കുന്ന ഒരു കാര്യം. ആനയില്ലെങ്കിൽ ഹിന്ദുമതം എന്നത് അസ്തമിച്ചു പോകുമോ എന്നാണ് കോടതി ചോദിക്കുന്നത്. ഇത്തരത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ ചോദ്യം ഏറെ പ്രസക്തമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതി ചോദിച്ചത്, ആനയെ നമുക്കറിയാം ഉത്സവങ്ങളിലും മറ്റും ആനയെ കൊണ്ടുവരുമ്പോൾ ആന അക്രമാസക്തരാകാതിരിക്കാൻ ആനയുടെ കാലിൽ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അത്തരത്തിൽ ആനയെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിട്ടാണോ ആനപ്രേമം കാണിക്കേണ്ടത് എന്നൊരു ചോദ്യം കൂടി കോടതി ഉന്നയിക്കുമ്പോൾ കൃത്യമായി കോടതിയുടെ ആ നിരീക്ഷണം അല്ലെങ്കിൽ കോടതിയുടെ ആ വിമർശനം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പലപ്പോഴും
പലപ്പോഴും ആനയെ കളയാൻ കഴിയില്ല. നിതിൻ പ്രഭാകറിലേക്ക് തിരികെ എത്താം. ശ്രീ വെങ്കടാചലത്തിലേക്ക് നമ്മൾ പോകുന്നു. ശ്രീ വെങ്കടാചലം, നേരത്തെ താങ്കൾ ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥത്തെ ഇഴ പിരിച്ചുകൊണ്ട് വ്യക്തമാക്കുകയുണ്ടായി. ഉത്സവത്തിലെ ഉത്ത് എന്ന വാക്ക് എന്ന് പറയുന്നത് എടുത്തു മാറ്റുക, സവം എന്ന് പറയുന്നത് ദുഃഖം, ദുഃഖത്തെ എടുത്തു മാറ്റുക, ആനന്ദമുണ്ടാക്കുക എന്നതാണ് ഉത്സവത്തിന്റെ അർത്ഥമെങ്കിൽ അവിടെ ആനകൾ ഇടഞ്ഞ് ആനകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് ആളുകൾക്ക് വലിയ ദുഃഖവും സങ്കടവും ഉണ്ടാക്കി അലറിക്കരയുന്ന അവസ്ഥ വരുത്തരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് താങ്കൾ അതിനെ വ്യാഖ്യാനിച്ചത്. പക്ഷേ ഉത്സവം എന്നാൽ ദുഃഖത്തെ എടുത്തു മാറ്റുക, ആനന്ദമുണ്ടാവണമെങ്കിൽ ആനകൾ അണിയണിയായി നിരന്നു നിന്ന് അതിൻ്റെ മുകളിൽ സ്വർണ്ണ ആഭരണങ്ങൾ ചാർത്തി തിടമ്പ് വെച്ച് ചെണ്ടമേളം നടത്തി അങ്ങനെ ഉള്ള ആനന്ദമാണ് ആളുകൾക്ക് വേണ്ടത് എന്നായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ ആനകളെ അണിനിരത്തണം, ഈ വ്യവസ്ഥകളൊന്നും പാടില്ല എന്ന് പറയുന്നവർ വാദിക്കാൻ പോവുക. അപ്പോൾ എന്ത് പറയാൻ പറ്റും? അത് ഞങ്ങൾ വർദ്ധിക്കുന്ന പേരാണ് ഉത്സവ മാഫിയ. ഈ ഉത്സവം നടത്തുന്ന പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ഭാരവാഹികളൊന്നും തന്നെ ഇതിന്റെ ഉള്ളിൽ കയറി നിൽക്കില്ല. അവരൊക്കെ സേഫായിട്ട് അവരുടെ വീട്ടിലോ വേറെ ഏതെങ്കിലും സുഖസുന്ദരമായ സ്ഥലത്തോ ഇരിക്കും. അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആള് മരിക്കുന്നതും അപകടം ഉണ്ടാവുന്നതൊക്കെ ഇതൊന്നും അറിയാണ്ട് അവിടെ വന്നിട്ട് ഭക്തി മൂത്ത് നിൽക്കുന്ന നിരപരാധികൾക്കാണ്. പുറ്റിങ്ങൽ അപകടത്തില് 120 പേര് മരിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റ് കുറെ പേരുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടപ്പോ അത് നടത്തിയ ആ വെടിക്കെട്ട് നടത്തിയ കമ്മിറ്റിക്കാർ കോടതിയിൽ പോയിട്ട് ജാമ്യം ചോദിച്ചപ്പോൾ കോടതി ചോദിച്ചത്, നിങ്ങൾ ജാമ്യത്തിനാണ് വന്നേക്കണത്, നിങ്ങൾ എന്തുകൊണ്ടാണ് മരിക്കാത്തത് എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇന്ത്യയിലോ ഭാരതത്തിലോ കേരളത്തിലോ നിലനിൽക്കുന്ന യാതൊരു മതപരമായ ഗ്രന്ഥങ്ങളിലും ആനയെ ഉപയോഗിച്ച് എഴുന്നള്ളിപ്പ് നടത്തി ദൈവത്തെ പ്രീതിപ്പെടുത്തണമെന്നോ വെടിക്കെട്ട് നടത്തി ദൈവത്തെ പ്രീതിപ്പെടുത്തണമെന്നോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് പറഞ്ഞത് കരിയും കരിമരുന്നും അമ്പലങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയെന്ന്. കരി എന്ന് പറഞ്ഞാൽ ആന, കരിമരുന്ന് എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട്. ഇത് രണ്ടും മനുഷ്യനെ ഭ്രമിപ്പിച്ച് മനുഷ്യന്റെ ധനവും മനുഷ്യന്റെ ജീവനും നഷ്ടപ്പെടുത്തുന്ന സാധനമാണ്. അതിനെ ക്ഷേത്രങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുക എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകളാണ് നമുക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കള് പല കാര്യങ്ങൾ പറഞ്ഞിട്ടും നമ്മുടെ നാട്ടിലത്തെ ഈ ജാതി കോമരങ്ങള് ഇമാതിരി വിവരം ഉണ്ടായിട്ടും ഇത് ഡിജിറ്റൽ യുഗമാണ്. AI ആനയെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അത്തരത്തില് ഈ ആനകളെ എഴുന്നള്ളിക്കുമ്പോ ആനകളുടെ ശാപം മൂലമാണ് പല ക്ഷേത്ര ഭാരവാഹികളും പലവിധ അഴിമതി കേസിൽപ്പെട്ട് ജയിലിൽ കിടങ്ങുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആനകളുടെ ശാപം എന്ന വാക്ക്, ഞാൻ വെങ്കടാചലത്തിലേക്ക് തിരികെ എത്താൻ ഞങ്ങളുടെ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. നിതിൻ പ്രഭാകർ, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ആനകളുടെ കാലുകളിലെ ചങ്ങല, വ്രണം എന്നിവയെക്കുറിച്ച് പരാമർശമുണ്ടായോ? തീർച്ചയായും ആനകളുടെ കാലുകളിൽ ചങ്ങല ബന്ധിച്ചാണോ ആനപ്രേമം കാണിക്കേണ്ടതെന്ന ഏറെ ഗൗരവമുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തുണ്ടായി. തീർച്ചയായും ന്യായമായ ചോദ്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം നിരവധി ഇടങ്ങളിൽ നമ്മൾ കാണുന്നതാണ്, നമ്മൾക്ക് നേരിട്ട് കണ്ട അനുഭവമുള്ളതാണ്. പലപ്പോഴും കാല് പഴുത്ത് പൊട്ടുന്ന അവസ്ഥയിൽ പോലും ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുന്ന ആന കൊടും ചൂടിൽ അഗ്നിനാളത്തിൻ്റെ വശത്തടക്കം ആനകൾ നിൽക്കുമ്പോൾ ഈ ആനകളുടെ കാലുകളിൽ വ്രണം പഴുത്ത് ഒലിക്കുന്ന സാഹചര്യത്തിൽ പോലും അവിടെ കൂറ്റൻ ഇരുമ്പ് ചങ്ങലകൾ ആനകളെ ബന്ധിക്കുന്നത് കാണാറുണ്ട്. അത് ആനയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ആനയെ തളയ്ക്കാൻ ഉപയോഗിക്കുന്ന വടം, ആ ചങ്ങലകൾ ഉപയോഗിച്ചാണ് പലപ്പോഴും എഴുന്നള്ളത്തിനടക്കം ആനകളെ കൊണ്ടുവരുന്നത്. ഇത് ആനയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെയാണ് കോടതിയുടെ ആ ചോദ്യം പ്രസക്തമാകുന്നത്. ആനയെ ചങ്ങലയാൽ ബന്ധിച്ചാണോ ആനപ്രേമം കാണിക്കേണ്ടതെന്ന ആ ചോദ്യം കോടതി ഉന്നയിക്കുമ്പോൾ ആ ചോദ്യം വർത്തമാന കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. 15 ആനകളെ എഴുന്നള്ളിച്ചാണോ ഒരു ഉത്സവം നടത്തേണ്ടത് എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ ആ ആനയുടെ ശാരീരിക അവസ്ഥകൾ കൂടി കോടതി പരിഗണിച്ചു. അല്ലെങ്കിൽ ആനയ്ക്ക് നേരിട്ടൊരു ഹർജി നൽകാനോ ആനയ്ക്ക് തങ്ങളുടെ പരാതി ബോധിപ്പിക്കാനോ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ കോടതി സ്വമേധയാ ആനയുടെ ആ അവസ്ഥ വിവരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ആനപ്രേമം കാണിക്കുന്നതിൽ എന്തർത്ഥമുണ്ട് എന്നാണ് കോടതി ചോദിക്കുന്നത്. MS വെങ്കടാചലം, ഈ ആചാരത്തെക്കുറിച്ച് കോടതി ഇങ്ങനെ ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരുപക്ഷെ മറുവാദങ്ങൾ വന്നു എന്ന് വന്നേക്കാം. അതായത്
തിടമ്പ് ആനയുടെ പുറത്ത് തന്നെ ഏറ്റണം എന്ന് എന്താണ് നിർബന്ധം? അങ്ങനെ എവിടെയെങ്കിലും ഒരു ആചാരമുണ്ടോ? മതത്തിൽ എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതൊരു മതപരമായിട്ടുള്ള ആചാരമല്ലല്ലോ, ഹിന്ദു മതത്തിൽ ആ രീതിയിൽ ഇല്ലല്ലോ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയുണ്ട് എന്ന് വരുത്താനോ അല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യമെന്ന് സൂചിപ്പിക്കുന്നതിനോ വേണ്ടി കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടാവും. ആചാരം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു വാക്യം എന്ന് പറയുന്നത്, ഇന്നലെ ചെയ്തോരബദ്ധം ഇന്നത്തെ ആചാരമായിട്ട് മാറിയേക്കാം, അത് നാളത്തെ ശാസ്ത്രമായിട്ട് മാറിയേക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത പലതും ആണ് പിൽക്കാലത്ത് ആചാരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതിപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് പിന്നീട് ആചാരമാവുന്നു. ഇപ്പോൾ നടക്കുന്നത് മതത്തിൻ്റെ പേരിലല്ലാത്ത പല കാര്യങ്ങളും മതത്തിൻ്റെ മേമ്പൊടിയോടുകൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10, 20, 30, 40 വർഷം കഴിയുമ്പോൾ അത് ആചാരമായിട്ട് ലബ്ധപ്രതിഷ്ഠ നേടും. അതുകൊണ്ട് ഈ തിടമ്പ് ഏറ്റുക എന്ന് പറയുന്നതിൻ്റെ ചരിത്രത്തിലേക്ക് അന്വേഷിച്ച് പോകേണ്ടതില്ലെങ്കിലും സമീപ വർഷങ്ങൾ, എത്ര വർഷമായി തൃശ്ശൂർ പൂരം ആരംഭിച്ചിട്ട്? അന്ന് മുതലേ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് ഇത്ര വർഷമായിട്ട് തുടരുന്ന ഒന്ന് എന്നുള്ള നിലയ്ക്ക് അത് ആചാരമായിട്ട് മാറില്ലേ? ആചാരമായിട്ട് മാറും എന്ന് വാദിച്ചാലോ ശ്രീ വെങ്കടാചലം? ഇന്ന് നവംബർ 28 ഇന്ന് വേൾഡ് കമ്പാഷൻ ഡേ ആണ്, അനുകമ്പാ ദിനമാണ്. ഇന്നാണ് ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് ശ്രീനാരായണ ഗുരു അനുകമ്പാ ദശകത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതും ഇന്ന് തന്നെയാണ്. ഈ അനുകമ്പാ ദിനത്തിൽ തന്നെ ഇത് പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഈ ആനകളുടെ കാലിൽ വ്രണം ഉണ്ടാക്കുന്നത് ആനകളുടെ ശാരീരിക പ്രക്രിയയായിട്ടുള്ള മതം എന്ന് പറയുന്ന അവസ്ഥ ഈ മഞ്ഞുകാലത്ത് ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയാണ് പരിക്കുണ്ടാക്കുന്നത്. ഈ പരിക്കുണ്ടാക്കാനായിട്ട് ഇവർ കാര്യമായിട്ട് ശരീരത്തിൽ ഇരുമ്പായുധങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. ഇരുമ്പായുധങ്ങൾ പ്രയോഗിക്കരുതെന്ന് വന്യജീവി സംരക്ഷണ നിയമത്തിൽ ആന സംരക്ഷണ ചട്ടത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ അമ്പലക്കാരും ഈ പള്ളിക്കാരൊക്കെ ഈ ആന എന്ന് പറയുന്ന മിണ്ടാൻ പറ്റാത്ത ജീവിനെ ഇത്ര കണ്ട് ഭീകരമായി പീഡിപ്പിച്ച് ചങ്ങല മുറുക്കി, മുറിവിൽ ചങ്ങല മുറുക്കി, മുറിവുണ്ടാക്കി അതിൽ പെയിന്റ് അടിച്ച് കറുത്ത തുണിയൊക്കെ വെച്ച് കെട്ടി എഴുന്നള്ളിക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ആനയെ ചൂണ്ടിക്കാട്ടി ആനയ്ക്ക് സ്പോൺസർഷിപ്പ് തന്ന് നിങ്ങൾ ഉത്സവം സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുമെന്ന് തെറ്റായ ധാരണ നടത്തി വിവരമുള്ളവരും വിവരമില്ലാത്തവരും പൈസ കൊടുത്തിട്ടാണ് ഈ ഉത്സവ മാഫിയ വളർത്തുന്നത്. അതുകൊണ്ട് ദയവായിട്ട് ഈ അന്യ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവരും കേരളത്തിൽ ജീവിക്കുന്നവരുമായിട്ടുള്ള ധനമുള്ളവര് യാതൊരു കാരണവശാലും ആനയെ എഴുന്നള്ളിച്ച് പീഡിപ്പിക്കാൻ പണം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന പരിപാടി. അതുകൊണ്ട് ഈ റോബോട്ടാനെ എഴുന്നള്ളിച്ചാൽ നമുക്ക് തള്ളിക്കഴിഞ്ഞാൽ നീങ്ങും. ആനയുടെ ശവം ഉണ്ടാവില്ല, യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. റോബോട്ടാനെ എഴുന്നള്ളിക്കലാണ് ഈ ക്ഷേത്രത്തിലെ ആനയെ വേണം എന്ന് പറയുന്നവർക്കുള്ള ഞങ്ങളുടെ മറുപടി. റോബോട്ട് ആനയെ എഴുന്നള്ളിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു വൈകാരികമായ പ്രശ്നമുണ്ടാകും. ഇപ്പോൾ ഈ താങ്കൾ നേരത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചല്ലോ, AI. ഈ AI-യുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ലോകത്തെങ്ങും തന്നെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അതേ രൂപത്തിൽ റോബോട്ടിക്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദാമ്പത്യബന്ധം വേണമെന്നില്ല. ഭാര്യയുടെ അതേ ആകൃതിയിൽ, അല്ലെങ്കിൽ ഭാര്യയാകാൻ ആരെയാണോ ആഗ്രഹിക്കുന്നത്, എത്തരത്തിൽ സുന്ദരിയായിട്ടുള്ള ഭാര്യ വേണം, അല്ലെങ്കിൽ എത്തരത്തിൽ സുന്ദരനായ ഭർത്താവ് വേണം, ആ ഭർത്താവിൻ്റെ പ്രകൃതം എങ്ങനെയായിരിക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് തനിക്ക് ആഗ്രഹമുള്ള രീതിയിൽ പുരുഷൻ്റെ ആകൃതിയിലുള്ള റോബോട്ട് വാങ്ങാൻ കഴിയുകയും ആ റോബോട്ടിന്റെ തലച്ചോറിൽ ആ പുരുഷനായ ഭർത്താവായ റോബോട്ട് എങ്ങനെ പെരുമാറണമെന്ന് അതിൽ സെറ്റ് ചെയ്ത് വെക്കുകയും അതനുസരിച്ച് ഭാര്യയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ഭാര്യ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ഭാര്യ ആഗ്രഹിക്കുന്ന രീതിയിൽ കിടപ്പുമുറിയിൽ വരികയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള റോബോട്ടുകൾ വരുന്നുണ്ട്. അതെല്ലാം വരുമ്പോൾ തന്നെയും ആത്മാവില്ലാത്ത ഒരു റോബോട്ട് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കും. മതം എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത് പരമമായിട്ടും വിശ്വാസത്തിലും ആത്മാവിലുമൊക്കെ അധിഷ്ഠിതമായതുകൊണ്ട് ജീവനുള്ള ഒരു ആന ഇതാ ഞങ്ങളുടെ മുന്നിൽ, ആ ആനയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ട് എന്നൊക്കെ വിചാരപ്പെടുമ്പോൾ ആണ് വാസ്തവത്തിൽ ആനന്ദം കിട്ടുക എന്ന് വരുന്ന രീതിയിൽ നമ്മുടെ ഭക്തിയുടെ ലഹരി ആ രീതിയിലേക്ക് വഴിമാറിപ്പോയിട്ടില്ലേ? ഇല്ല, ഇതെന്താ സംഭവം വെച്ചാല് ഈ അയിത്തം നിലനിന്നിരുന്ന കാലത്ത്, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന കാലത്ത് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശമില്ലാത്തവർക്ക് പുറമേ നിന്ന് ആ ദൈവത്തെ കാണാനായിട്ട് ഓയനത്തിൽ പ്രദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആനപ്പുറത്ത് ദൈവത്തെ കയറ്റിയത്. ആന നടക്കും. അപ്പൊ അകലെയുള്ളവർക്ക്, അമ്പലത്തിൽ കയറാൻ പറ്റാത്തവർക്ക് അകലെയുള്ള താഴ്ന്ന ജാതിക്കാർക്ക് ഇത് കണ്ട് തൊഴാം എന്നായിരുന്നു ഇവരുടെ ഉദ്ദേശം. ഇപ്പോ ഈ എല്ലാ ജാതിക്കാരും അമ്പലത്തിൽ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുള്ളതുകൊണ്ട് ഈ ഉയരത്തിൽ നീങ്ങുന്ന ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ രഥമാക്കാം, ഇല്ലെങ്കിൽ ചക്രം വെച്ച് ഘടിപ്പിച്ച റോബോട്ടാനെയാക്കാം. മുകളിൽ നോക്കി എല്ലാവർക്കും കാണാൻ വേണ്ടി ദൈവത്തെ പ്രവേശിക്കലാണ് ഉദ്ദേശം. അതുകൊണ്ട് റോബോട്ടാനയുടെ മുകളിലോ രഥത്തിന്റെ മുകളിലോ ഈ ദൈവവിഗ്രഹം വെച്ച് കെട്ടിയാൽ അകലെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് കാണാം, അടുത്തുള്ള ആൾക്കാർക്ക് കാണാം, എല്ലാവർക്കും കാണാം.
അതുകൊണ്ട് ഈ ആന എന്ന് പറയുന്ന ജീവിയെ ശരിക്കും ഇവിടെ ഉപയോഗിക്കുന്ന ഒരൊറ്റ ആനയ്ക്കും ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റാത്ത ഭാഗത്തിനാണ് ആനകളൊക്കെ ഇപ്പോൾ ഇവിടെ നിൽക്കണേ. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടിയിരുന്നത് 2003 ഒക്ടോബർ 18-നാണ്. അന്ന് 21 കൊല്ലമായിട്ടും അത് കൊടുക്കാൻ പറ്റാതിരിക്കുന്നത് നിയമത്തിന്റെ കർശന വ്യവസ്ഥയുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആനകളുടെ ഉടമസ്ഥൻ സർക്കാരാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഉള്ള ഈ 342 നാട്ടാനകളെ അർജന്റായിട്ട് സർക്കാർ ഏറ്റെടുത്ത് കാടിനോടനുബന്ധിച്ച് വേലി കെട്ടി തിരിച്ച വേലിക്കെട്ടിനുള്ളിൽ പാപ്പാമാരോടൊപ്പം പാർപ്പിച്ച് സർക്കാർ തീറ്റ കൊടുത്ത് ഈ ആനകളെ മുഴുവൻ വളർത്തി സംരക്ഷിക്കണമെന്നാണ് ഹെറിറ്റേജ് അനിമൽ ടാസ്ക് ഫോഴ്സിന് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാ ക്ഷേത്രങ്ങളിലും റോബോട്ടാനെ എഴുന്നള്ളിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ ഒരു ഉത്തരവും കൂടി ഇറക്കിയാൽ ഈ ഈ ഉത്സവ മാഫിയയുടെ എല്ലാ പരിപാടികളും അതോടെ നിൽക്കും. വെങ്കടാചലത്തിലേക്ക് തിരികെ എത്താം. നിതിൻ പ്രഭാകർ, കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടെ ആനകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആനകളുടെ ഭാഗത്ത് ചേർന്ന് നിന്നുകൊണ്ട്, മിണ്ടാപ്രാണികളുടെ ഭാഗത്ത് ചേർന്ന് നിന്നുകൊണ്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു വിധി പ്രസ്താവം വന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അത് ഇപ്പോൾ അങ്ങനെ വരുന്നത്, ഒരു ഭാഗത്ത് അങ്ങനെ ആനകളുടെ ഭാഗത്ത് നിന്ന് വിധിന്യായം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് ഇതിനെ വിലയിരുത്താൻ കഴിയുമോ? തീർച്ചയായും അത്തരത്തിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ അതിഥി നമ്മോട് പ്രതികരിച്ച വെങ്കടാചലം പറഞ്ഞതുപോലെ തന്നെ പണ്ട് കാലത്ത്, അതായത് വായിച്ച ഓർമ്മയിൽ വെച്ചാണ് ഞാൻ ഈ കാര്യം പറയുന്നത്, പണ്ട് കാലത്ത് ഇത്തരത്തിൽ എഴുന്നള്ളത്ത് നടക്കുന്നത് അല്ലെങ്കിൽ ക്ഷേത്രത്തിന് പുറത്തേക്ക് തിടമ്പേറ്റി ഭഗവതിയുടെയോ മറ്റ് ദേവീദേവന്മാരുടെ തിടമ്പേറ്റി ആനപ്പുറത്തോ മറ്റോ തിടമ്പ് കൊണ്ടുപോരുന്നത് ക്ഷേത്രത്തിൽ കയറാൻ കഴിയാത്ത, തൊട്ടുകൂടാത്തവർക്കും തീണ്ടിക്കൂടാത്തവർക്കും ദൈവത്തെ വണങ്ങാനുള്ള ഒരു അവസരമായി ആ ഉത്സവ സീസണുകളിൽ അല്ലെങ്കിൽ ഉത്സവകാലത്ത് ദൈവത്തെ വണങ്ങുന്നതിന് വേണ്ടിയായിരുന്നു അത്തരത്തിൽ പലപ്പോഴും പ്രദക്ഷിണം നടക്കാറുള്ളത് എന്ന വായിച്ചൊരു ഓർമ്മയുണ്ട്. ആ കാലമെല്ലാം മാറി ഇപ്പോൾ ക്ഷേത്രത്തിൽ ആർക്കും പ്രവേശിക്കാൻ കഴിയുന്ന കാലമാണ്. ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആനയെപ്പോലെയുള്ള ഒരു വലിയ മൃഗത്തോട് അതിക്രൂരമായി മനുഷ്യന്മാർ പെരുമാറുന്നു. അതിൽ ആനപ്രേമി സംഘം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെമ്പാടും വലിയ കമ്മിറ്റികളുണ്ട്, ആനപ്രേമികളുടെ വലിയ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയെല്ലാം നിലനിൽക്കുമ്പോഴും ഈ ആനയെ മാറ്റി നിർത്തിയുള്ള എഴുന്നള്ളത്തിനെതിരെയെല്ലാം വലിയ ശബ്ദമുയർത്തുന്ന സാഹചര്യത്തിലും കാണാതെ പോകുന്ന അല്ലെങ്കിൽ അവരാരും പ്രതികരിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യമാണ് ഇപ്പോൾ കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതായത് അതിക്രൂരമായ രൂപത്തിൽ പലപ്പോഴും ആന പീഡിപ്പിക്കപ്പെടുന്നത് നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്, നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിലെല്ലാം ഉപരിയുള്ള കാര്യമാണ് ഇത്തരത്തിൽ കത്തുന്ന വേലിൽ അല്ലെങ്കിൽ ഹോമകുണ്ടത്തിന് നടുക്കെല്ലാം തന്നെ ആന നിൽക്കുന്നു. ആ വലിയ മൃഗം നിൽക്കുമ്പോൾ തന്നെ ആനയുടെ കാലിൽ 2 കാലുകൾ, പിൻകാലും മുൻകാലും ചങ്ങലകളാൽ ബന്ധിച്ചുകൊണ്ട് ആനയെ ബന്ധിച്ച് നിർത്തുന്നു. അതോടൊപ്പം തന്നെ വ്രണമുള്ള കാലുകളാണെങ്കിൽ ആ വ്രണത്തിന് മീതെ കൂടി ആ വലിയ ഇരുമ്പ് ചങ്ങല ബന്ധിപ്പിക്കുമ്പോൾ ആ മൃഗത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ആ മൃഗത്തിൻ്റെ വേദനകൾ ഉൾക്കൊള്ളാൻ ഈ ആനപ്രേമി സംഘം അല്ലെങ്കിൽ ആനയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ പോലും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് കോടതിയിൽ നിന്നും ആ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ആനകളെ സംബന്ധിച്ചിടത്തോളം, ആനകൾക്ക് ഈ വാർത്തകൾ മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം വലിയ തരത്തിലുള്ള പീഡനമാണ് ആ മൃഗം അനുഭവിക്കുന്നത്. ആ മൃഗം അനുഭവിക്കുന്ന പീഡനത്തിന് ഒരു പരിധിവരെ അവസാനമുണ്ടാകാൻ അല്ലെങ്കിൽ ആ പീഡനത്തിന് ഒരു അറുതി ഉണ്ടാവാൻ ഈ കോടതി വിധി സാധ്യമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതോടൊപ്പം തന്നെ അനാചാരങ്ങൾക്കെതിരെ കോടതിയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ശബരിമലയിൽ നാളികേരം ഉരുട്ടുന്ന, മാളികപ്പുറത്തെ നാളികേരം ഉരുട്ടുന്നതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഇതാ ക്ഷേത്രോത്സവത്തിലെ ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ടുമെല്ലാം തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില സംഘടനകളുടെ നിലപാട് അല്ലെങ്കിൽ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം നടന്ന സംസ്ഥാനമാണ് കേരളം. സാക്ഷര കേരളത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ പ്രക്ഷോഭം സംസ്ഥാനത്ത് നടന്നിരുന്നത്. അതേ രൂപത്തിൽ ഈ ആനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ സമരങ്ങൾ നടക്കുമോ, പ്രക്ഷോഭങ്ങൾ നടക്കുമോ എന്നെല്ലാം തന്നെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ കോടതി എടുത്തിരിക്കുന്ന ഈ നിലപാട് ഏറ്റവും സ്വാഗതാർഹമായ നിലപാടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ആനകൾ ക്രൂരമായ പീഡനം നേരിടുന്ന വിഷയത്തിലടക്കം കൃത്യമായ നിലപാടാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ആ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനുള്ള നിയമങ്ങൾ കൂടി കേരളത്തിൽ ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുക. MS വെങ്കടാചലത്തിലേക്ക് പോകുന്നു. ശ്രീ വെങ്കടാചലം,
ആനകളെ സംബന്ധിച്ചിട്ട് ആശ്വാസകരമായ വാർത്തയാണ് ഇത് എങ്കിലും ആനകൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ എന്ന് നിതിൻ പ്രഭാകർ സൂചിപ്പിക്കുകയുണ്ടായി. എങ്കിലും ഞാൻ ഒരു മനഃശാസ്ത്രപരമായൊരു ചോദ്യം ചോദിക്കുകയാണ്, അതിലെ വിഡ്ഢിത്തം അറിഞ്ഞുകൊണ്ട് തന്നെ. അതായത് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ വരുന്നത് നവംബർ കഴിഞ്ഞു, ഡിസംബർ ജാനുവരി മാസങ്ങളാണ്, ഉത്സവകാലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പൊതുവേ ഈ ഓരോരോ പ്രാദേശിക സ്ഥലത്തിലും, അത് പള്ളിയിലാവട്ടെ അല്ലെങ്കിൽ അമ്പലങ്ങളിലാവട്ടെ ഉത്സവ ഇടങ്ങളിലാവട്ടെ, അത് നടക്കുന്ന ഇടങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഫ്ലക്സുകൾ കാണാം. ഇപ്പോൾ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് മോഹൻലാലിൻ്റെ ഒരു സിനിമയിലെ കഥാപാത്രം, ഒരു പക്ഷേ ആ മംഗലശ്ശേരി നീലകണ്ഠൻ എന്നതിന് സമാനമായ രീതിയിൽ ആനകൾക്ക് ഓരോരോ പേരുകൾ ഇടുന്നു. ഇങ്ങനെ ഇട്ടിരിക്കുന്ന പേരുകൾ ആനകൾക്ക് അറിയാൻ കഴിയുമോ? എൻ്റെ പേര് മംഗലശ്ശേരി നീലകണ്ഠൻ ആണ്, ഞാൻ തല ഉയർത്തിപ്പിടിച്ച് തലപ്പൊക്കം ഇത്രയായിരിക്കണം, എനിക്ക് ഇഷ്ടം പോലെ ആരാധകരുണ്ട്, ഫാൻസ്, മംഗലശ്ശേരി നീലകണ്ഠൻ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ആനകളുടെ ഫാൻസ്, അങ്ങനെ അത്തരം കാര്യങ്ങളിലൊക്കെ സന്തോഷവും അഭിമാനവും തോന്നുമോ ആനകൾക്ക്? ആനകൾക്ക് പേര് തിരിച്ചറിയാനൊന്നും പറ്റില്ല. ഈ ഓരോ ഉടമസ്ഥൻ തന്നെ ഒരാനയുടെ പേര് 4 തരത്തിലിട്ടിട്ട് 4 ലോക്കറ്റ് ഉണ്ടാക്കി അതിന്റെ കഴുത്തിൽ പല സ്ഥലത്തായിട്ട് മാറ്റിയിടും. ഈ ആന ഏതാണെന്ന് ആർക്കും അറിയില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് കഴുത്തില് ലോക്കറ്റിൽ എഴുതിയിരിക്കുന്ന പേരായിരിക്കില്ല ഈ ആനയുടെ മൈക്രോചിപ്പ് സർട്ടിഫിക്കറ്റിലുള്ളത്, ആ പേരായിരിക്കില്ല ആനയുടെ എലിഫന്റ് ഡാറ്റ ബുക്കിലുള്ളത്, ആ പേരല്ല ആനയുടെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള രേഖയിലുള്ളത്, ആ പേരാവില്ല ഈ ആനയെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അമ്പലക്കാരായിട്ട് ഈ ആനയുടെ കോൺട്രാക്ട് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള കരാറിലുള്ളത്. ഭീകരമായ വഞ്ചനയും വെട്ടിപ്പും തട്ടിപ്പും അരങ്ങേറുന്ന രംഗമാണ് ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഗതികൾ മുഴുവൻ. ഇതെല്ലാം ഇപ്പൊ കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും തൃപ്രയാർ ക്ഷേത്രത്തിലും തൃശ്ശൂർ മാങ്ങാടുള്ള ക്ഷേത്രത്തിൽ നടന്ന ആനയെഴുന്നേൽപ്പില് പങ്കെടുത്ത ആനകളുടെ ഭീകരമായിട്ടുള്ള വ്രണങ്ങൾ അടങ്ങുന്ന വീഡിയോസും ഫോട്ടോസും ഞങ്ങൾ ഇപ്പൊ ഈ കോടതിയുടെ മുമ്പിൽ അതുണ്ട്. അതുകൊണ്ടാണ് കോടതി ശക്തമായിട്ട് ഇത് നിയമം നടപ്പിലാക്കണമെന്ന് പറയുന്നത്. അപ്പൊ അതിനെതിരെ ഈ ഉത്സവ മാഫിയ ഏത് രീതിയിൽ പ്രതികരിച്ചാലും ഞങ്ങൾ അതിനെതിരെ ശക്തമായിട്ട് ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ പ്രതികരിച്ച് കോടതിയുടെ മുമ്പിൽ സത്യങ്ങൾ എത്തിക്കാനായിട്ട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ആനകൾക്ക് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ഭാവിയിൽ ആനകളുടെ ജീവന രീതിയിൽ ഞങ്ങളുടെ പ്രവർത്തനം മൂലം വലിയൊരു മെച്ചം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ആനകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും സാധാരണ ജനത്തിന് വേണ്ടി കൂടിയാണോ സംസാരിക്കുന്നത്? കാരണം അങ്ങനെ വലിയ രീതിയിൽ പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മതപ്പാടുള്ളവയടക്കമുള്ള ആനകൾ വലിയ ആൾക്കൂട്ടത്തിൽ വെച്ച് സഹികെട്ട് അവർ വിരണ്ടാൽ ആ വിരണ്ട് ഓടുന്നതിനിടെയുണ്ടായ അപകടങ്ങളിൽപ്പെട്ട് മനുഷ്യർ മരിക്കാതിരിക്കാൻ കൂടിയാണോ ഇത്? അപ്പോൾ വാസ്തവത്തിൽ വെറും ആന സ്നേഹം മാത്രമല്ല അല്ലേ? ഉത്സവസ്ഥലങ്ങളില് ഇമാതിരി തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തുന്ന ആളുകളാണ് ഉത്സവം നടത്തണേന്ന് അറിയാണ്ട് വന്നുപെടുന്ന സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും വയസ്സന്മാരും അടക്കമുള്ള നിരവധി പേർക്ക് ഓരോ കൊല്ലം പരിക്കേൽക്കുന്നുണ്ട്. ഓരോ വർഷവും ചുരുങ്ങിയത് 36 പേരോളം മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇതിനായിട്ടുള്ള ഏറ്റവും വലിയ സംശയമല്ലേ ഈ ആരാധന മൊത്തിട്ട് ഭക്തരെ ആനപ്പുറത്ത് കയറ്റി വെക്കുന്ന ഈ കോലത്തിലുള്ള ദൈവ വിഗ്രഹത്തെ ഇടഞ്ഞോടുന്ന ആന നിരത്തിട്ട് ചവിട്ടി നശിപ്പിക്കുന്നുണ്ട്. ആനയ്ക്കെന്ത് കോലം, ആനയ്ക്കെന്ത് ദൈവം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അർദ്ധരാത്രി പോലും ആനയ്ക്ക് വിശ്രമം കൊടുക്കാതെ ആനകൾ തമ്മിൽ കുത്തുകൂടി. കഴിഞ്ഞ വർഷത്തെ ആറാട്ടുപുഴ പൂരത്തിന്റെ തലേദിവസം തറയ്ക്കൽ പൂരം നടക്കുമ്പോ 2 ആനകൾ കുത്തുകൂടി 6 കിലോമീറ്ററോളം ഇടഞ്ഞോടി. ഇതിന്റെ ഇടയിൽ 2 ദൈവങ്ങളെയും വെച്ചിരുന്ന വിഗ്രഹങ്ങളുള്ള കോലങ്ങൾ ആനയുടെ മുകളിൽ നിന്ന് വീണു. ആനയുടെ മുകളിലത്തെ ആൾക്കാർ മുഴുവൻ വീണു. അതിൽ പലരും ഇന്ന് ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. ഇത് അറിയാവുന്ന ആളുകളാണ് ഈ ഉത്സവ മാഫിയയിലുള്ളവര്. ഈ ഉത്സവ മാഫിയയിൽ പെട്ടിട്ടുള്ള ആനയെഴുന്നള്ളിപ്പുമായി നേരിട്ട് ബന്ധമുള്ള ആരും തന്നെ ഇമാതിരി സ്ഥലത്ത് വന്നെങ്കിൽ അവരൊക്കെ സേഫ് ആയിട്ടൊരു സ്ഥലത്തിരിക്കും. ഇതൊന്നും അറിയാണ്ടേ അവിടെ വന്ന് പെടുന്ന നിരപരാധികളായിട്ടുള്ള നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ശരീരത്തിനുമാണ് നഷ്ടം ഉണ്ടാവുന്നത്. ഞങ്ങളുടെ പ്രവർത്തനം ഒരേ സമയം ആനകളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുവാനും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാനുമാണ് എന്ന് കോടതിക്കും ബോധ്യമായിട്ടുണ്ട്. ഇപ്പൊ കൂടുതൽ നാട്ടുകാർക്കും ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഈ റോബോട്ടിക് ആനകളെ കുറിച്ച് വെങ്കടാചലം സൂചിപ്പിച്ചല്ലോ. അതായത് ഈ ജീവനുള്ള ആനകളെ ഇങ്ങനെ വെയിലത്ത് കൊണ്ടുവന്ന് വലിയ രീതിയിൽ പീഡിപ്പിക്കുക, ചങ്ങലയിട്ട് പീഡിപ്പിക്കുക, വ്രണങ്ങളിൽ കുത്തുക, ഇങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കുകയും അതേപോലെ തന്നെ ആളുകൾക്കിടയിലേക്ക് വിരണ്ടോടി അപകടമുണ്ടാകുന്ന അവസ്ഥ ഒഴിവാക്കാനും ഈ പറയുന്ന ആനകൾക്ക് പകരം റോബോട്ടിക് ആനകളെ വെക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം സ്വീകരിക്കുമെന്നുള്ള ചോദ്യം നേരത്തെ വന്നല്ലോ. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഡിജിറ്റൽ കാലമാണ് എന്ന് താങ്കൾ പറയുകയുണ്ടായി. പല ക്ഷേത്രങ്ങളിലും വഴിപാട് QR കോഡ് സഹിതം ഗൂഗിൾ പേ ചെയ്ത് അയക്കുന്നു. അങ്ങനെ
വഴിപാടിന് വേണ്ടി ഗൂഗിൾ പേ ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് പൈസ ഇടുമ്പോൾ യഥാർത്ഥത്തിൽ ആ വഴിപാടിലൂടെ ആഗ്രഹിച്ച കാര്യം നടപ്പാകുമോ? പരമ്പരാഗത രീതിയിൽ ഭണ്ഡാരത്തിൻ്റെ ആ ചെറിയ വിടവിലൂടെ ആ നോട്ട് തിരികെ കയറ്റിയിടുമ്പോൾ കിട്ടുന്ന ആത്മീയ സുഖം ഗൂഗിൾ പേ ചെയ്താൽ കിട്ടുമോ എന്ന് ചോദിക്കുന്നത് പോലെ ആയിരിക്കുമോ റോബോട്ടിക് ആന വന്നാലുള്ള വ്യത്യാസം? ഒരിക്കലും ആന ഇടഞ്ഞിട്ട് ഉത്സവം നിന്നു പോവില്ല. ആന ഇടഞ്ഞിട്ട് ഒരിക്കലും ആളുകൾക്ക് പരിക്കുണ്ടാവില്ല. ആന ആളുകളെ ശപിക്കില്ല. മാത്രമല്ല, ഉത്സവ കമ്മിറ്റിക്കാർക്ക് നല്ല മാനസികാവസ്ഥയോടെ ഉത്സവം തുടങ്ങാനും അവസാനിപ്പിക്കാനും പറ്റും. പല സ്ഥലത്തും ഞങ്ങൾ ഈ റോബോട്ടാനെ കൊണ്ടുപോകുമ്പോൾ സ്ത്രീകളും കുട്ടികളൊക്കെ വളരെ അടുത്ത് വന്ന് നിൽക്കുന്നു, അതിനെ തൊടുന്നു, അതിന്റെ ഫോട്ടോ എടുക്കുന്നു. അവിടെ അവരുടെ സന്തോഷം കാണാനാണ് നമുക്കും നല്ലൊരു ഇഷ്ടമാണ്, നമുക്കും സന്തോഷമാകും, അവിടെ ഉള്ളവർക്കും സന്തോഷമാവും. ഇതിന്റെ അടുത്ത് വന്ന് നിൽക്കാം, മുകളിലെ 7 വെച്ച് കയറണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളതിനെ ഉന്തണങ്ങിയ ഒരു 10 പേര് ഉന്തി കഴിഞ്ഞാൽ ചക്രം വെച്ചിട്ടുള്ള ആന ഭംഗിയായിട്ട് നിരങ്ങി നീങ്ങിക്കോളും. അപ്പൊ ആളുകൾക്ക് ശരീരത്തിന് ഒരു ആയാസമായി, എക്സസൈസായി, ആനയെ ഉന്തിക്കൊണ്ടുപോയിട്ട് കയറ്റാം. പല പള്ളികളിലും പല ഈ ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ ആനയെ നെളിപ്പുള്ളടത്ത് ഒരു പള്ളീൻ്റെ ഉള്ളിൽ ജീവനുള്ള ആനയെ കയറ്റരുതെന്ന് കൊടുക്കുന്നുണ്ടാവും. എന്നുവെച്ചാൽ അവർക്ക് പേടിയുണ്ട് ആന ഇടന്നിട്ട് പള്ളീൻ്റെ ഉള്ളിൽ ആൾക്കാരെ കൊല്ലുമെന്ന്. അതുകൊണ്ട് റോട്ടിലും പുറത്തുള്ള പറമ്പിലൊക്കെയാണ് അവർ ആനയാണ് നിർത്താനായിട്ട് നാട്ടുകാരെ സമ്മതിക്കുന്നത്. അങ്ങനത്തെ പള്ളീൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളുടെ റോബോട്ടാനയെ പള്ളിയിലത്തെ വികാരി അച്ഛന്മാരും കൈകാര്യക്കാരന്മാരും ആൾക്കാരെ കൂടി ഈ ആനേനെ ഉന്തി പള്ളി കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കയറ്റി അവരോട് ബാൻഡ് സെറ്റും ബാക്കിയുള്ള പരിപാടി നടത്തുന്നുണ്ട്. അമ്പലങ്ങളുടെ ഉള്ളില് ഭംഗിയായിട്ട് ഈ ആനയെ ഭംഗിയായിട്ട് ഉന്തി തള്ളിക്കൊണ്ട് കയറ്റി മുകളിൽ ആളിരിക്കുന്നുണ്ട്, ദേവവിഗ്രഹം എഴുന്നള്ളിക്കുന്നുണ്ട്, 7 വെച്ച ആൾക്കാർ കയറും ഇറങ്ങും, ഒരു പ്രശ്നമില്ല. ആളുകൾ തള്ളിയാലേ ഈ ആന നീങ്ങുള്ളൂ. ആ രീതിയിൽ 1200ഓളം എഴുന്നള്ളിപ്പുകളാണ് ഒരു റോബോട്ടാനയ്ക്ക് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് കിട്ടിയത്. 365 ദിവസമുള്ള ഒരു കൊല്ലം. പക്ഷെ ഒരു ദിവസം തന്നെ 4 സ്ഥലത്ത് ഒരു റോബോട്ടാന പോയി എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് റോബോട്ടാനെ ആളുകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഉത്സവ മാഫിയ അതുകൊണ്ട് പകച്ചിരിക്കുമ്പോഴാണ് ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവർ അന്ധവിശ്വാസങ്ങളെ പരിപോഷിപ്പിക്കാൻ എന്ത് ചെയ്താലും ഞങ്ങളുടെ നിയമത്തിന്റെ ഭാഷയിൽ പോയി അവരെ പരാജയപ്പെടുത്തി ജീവനുള്ള ആനകളെ സർക്കാർ ഏറ്റെടുത്ത് കാടിന്റെ ഉള്ളിൽ വേലി കെട്ടി തിരിച്ച സ്ഥലത്ത് പാപ്പന്മാരോടൊപ്പം സംരക്ഷിക്കുവാൻ ഏത് അറ്റം വരെയും ഞങ്ങൾ പോയി പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് തരികയാണ്. ശ്രീ വെങ്കിടാചലം, ഒരു 2 മിനിറ്റ് തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾക്ക് ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഈ വാർത്തയിലേക്ക് തന്നെ നമ്മൾക്ക് തിരികെ എത്തേണ്ടതുണ്ട്. നിതിൻ പ്രഭാകരും നമ്മോടൊപ്പം തുടരുന്നു. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരികെ എത്തും.